Okay, next question was divisible by 6. Given a number, find out if it is divisible by 6 or not. So there is a number. നമ്മളത് divisible by 6 or not എന്ന് കണ്ടുപിടിക്കണം. There are multiple test cases. First line containing the number of test cases t. Next line containing a number of each a of I. So output format എന്ന് പറയുന്നത് divisible by Indian number of entered in the ith line divisible by 6 or not. Print row. Okay, നമുക്ക് ഇത് divisible by 6 നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ട സെയിം ഫോർമാറ്റാണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാണ്ട് തന്നെ ഈ ഇൻപുട്ട് ഫോർമാറ്റും ഈ ഔട്ട്പുട്ട് ഫോർമാറ്റും കണ്ടിട്ട് കോഡ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് മുന്നേ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വായിക്കാണ്ട ഈ പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് കാണുന്ന പ്രോബ്ലമാണ്. പുതിയ അതായത് മുൻപ് ഇതുപോലുള്ള പാറ്റേൺ പ്രോബ്ലംസ് അല്ല, പാറ്റേൺ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടില്ല എങ്കിൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ആസ് ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇത് കുറച്ച് ഒരു ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഞാൻ എന്താ അതെന്തുകൊണ്ടാണ് ടൈം കൺസ്യൂമിങ്? ബിക്കോസ് ഞാൻ ഈ ക്വസ്റ്റ്യനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. നമുക്ക് ഓൾറെഡി ഇത് സിമ്പിൾ ആണ്, അതായത് n ഫസ്റ്റിൽ വാങ്ങാം ആൻഡ് ഓരോ നമ്പേഴ്സിനെ ലൂപ്പ് ചെയ്യാം. ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 6. നമ്മുടെ n റിമൈൻഡർ 2 നോക്കാം, 6 നോക്കാം, 0 വരും. എയ്തർ ഇഫ് ലൂപ്പ് കൊടുത്തിട്ട് yes or no എന്ന് ആ ഒരു ഇതിൽ പാറ്റേൺ പോകാം. ദാറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ആ കോഡ് മാത്രം നോക്കാം, ഇല്ലെങ്കിൽ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗിവൻ എ നമ്പർ, നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ 10. ഫൈൻഡ് ഔട്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ഓർ നോട്ട്. അത് ഡിവൈഡഡ് ബൈ 6 ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ക്ലിയർലി അറിയാം നോ, ഡിവൈഡഡ് ബൈ 6 ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് ഫോർമാറ്റ്. ഇതിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ there are multiple test cases. മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ് ആണ് എന്തുള്ളത് ഈ ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് ആയിട്ട് തന്നിരിക്കുന്നത്. ഫോർ എൻ എക്സാമ്പിൾ ചിലപ്പോൾ 10 ഡിവൈഡഡ് ബൈ 6 പറ്റുമോ എന്ന് നോക്കേണ്ടി വരും, 20 നോക്കേണ്ടി വരും, 35 നോക്കേണ്ടി വരും, 12 നോക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ്. ഫസ്റ്റ് ലൈൻ കണ്ടെയ്ൻ ദ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. അപ്പം ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4. അപ്പം 4 ടെസ്റ്റ് കേസസ് ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്, അതായത് എത്ര നമ്പേഴ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടി ലൈൻസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടി ലൈൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻസ് എന്ന് ഉപയോഗിച്ചാൽ ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടി ലൈൻ കണ്ടെയ്ൻ എ നമ്പർ ഈച്ച് എ ഐ. അപ്പം ഓരോ ടി ലൈൻസിനും എ ഐ എന്ന് പറഞ്ഞ ജസ്റ്റ് അതായത് ഫസ്റ്റ് ഇൻഡെക്സ്. ഇത് ഫസ്റ്റ് തന്നിരിക്കുന്നത് എത്ര ടെസ്റ്റ് കേസ് ഉണ്ട്, 4 നമ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടെസ്റ്റ് കേസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? AI+1. തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AI+2. അങ്ങനെ. ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ലൈൻസ്. ഔട്ട്പുട്ട് ഫോർമാറ്റും എന്തായിരിക്കും? എത്രയോ ലൈൻ ആയിരിക്കും, കാരണം ഇത്രയും ടെസ്റ്റ് കേസസ് നമുക്ക് വേണം. അപ്പം എത്ര ലൈൻ കാണും? 4 ലൈൻ കാണും. ഇഫ് ദ നമ്പർ entered in the ith line is divisible by 6 or not. ith ലൈനിൽ നമ്പർ 6ൽ ഡിവിസിബിൾ ആണോ അല്ലയോ? ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. 10 6 ഡിവൈസിബിൾ ആണോ? അല്ല, ദാറ്റ് ഈസ് ഫോൾസ്. ഇവിടെയും ഫോൾസ്, കാരണം 20 നമുക്ക് 6 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 35 പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് ഫോൾസ്. ഇതെന്താ? ട്രൂ. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ ആണ് കൺഫ്യൂസിങ്, പക്ഷെ നമ്മുടെ അപ്രോച്ച് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് n വാങ്ങാം. n ഈസ് ഈക്വൽ ടു end of input. n is equal to end of input. Okay. For I in
റേഞ്ച് ഇവിടെ നമുക്ക് ഐന്ന് കൊടുക്കണമെന്നില്ല. പൈത്തണിലെ വേറൊരു ഫോർമാറ്റാണ് ഡാഷ്. ഓക്കെ, റേഞ്ച് n. ഓക്കെ, ദാറ്റ്സ് സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഓക്കെ, നമ്മൾ ഐ ഇൻ റേഞ്ച് n. ഇനി നമുക്ക് നംസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാം. നംസ് എന്ന് പറയുന്നതും ഇൻപുട്ട്, നമുക്കത് ഇൻഡിജർ ആണെങ്കിൽ ഇൻപുട്ട് നോക്കാം. ഓക്കെ, ഇൻഡിജർ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് നംസ്. ഇനി എന്താ, ഇഫ് നമ്മുടെ ഈ നംസ് അതിൻ്റെ എന്താ നംസിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ, നംസിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ട്രൂ. അല്ല എങ്കിൽ print if false. Okay, false, true, false. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു.